நமஸ்காரம். வணக்கம். என்ன விஷயம்? பார்த்தசாரதி இல்லையே, அவுட் ஆஃப் ஸ்டேஷன் போயிருக்கார். நேத்து மெட்ராஸ்ல கச்சேரி, அது முடிஞ்சு இன்னைக்கு காலையில ஃபிளைட்ல ஹைதராபாத் போயிருக்கார். 19ஆம் தேதி பெங்களூர்ல, 20ஆம் தேதி மதுரையில தியாகராஜ சங்கீதோத்சவம், அது முடிச்சு 21ஆம் தேதி காலையில கண்டிப்பா இங்க இருப்பார். ஆமா, என்ன விஷயம்? ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. ஓ, கேரளால இருந்தா? எதுக்கும் 21ஆம் தேதி காலையில வந்து பாருங்களேன். വരുമ്പോ ശിവപുരത്ത് നിന്ന് മഹാദേവ ഭാഗവർ വന്നിരുന്നു ചൊല്ലുമ്പോ. பேர் சொன்னா புரியுமா? പുരിയും. പാർത്ഥസാരഥി എന്റെ ശിഷ്യനാക്കും. பரவாயில்லையே, சொல்றேன். குரு சிஷ்யன் கூட பழகினவன் தினம் ஒவ்வொருத்தரும் சொல்லிட்டு வந்துட்டே இருப்பாங்களே. ஒரு ஆள் ஒரு பொசிஷனுக்கு வந்துட்டாலே இப்படித்தான். സാരമില്ല മോളെ, പാർത്ഥസാരഥിക്ക് അറിയാമല്ലോ എന്നെ. 21ആം തീയതി വരെ വാ. வெயிட் பண்ணுங்களே, 2-3 நாள் தானே. பார்த்தசாரதி வந்து பார்த்துட்டு போங்களே. ഇനിയിപ്പോ അതേ വഴിയുള്ളൂ. അതുവരെ ഇங்கே താമസിക്കലാമേ. അതിന് ചെറിയൊരു പ്രയാസമുണ്ട്. ഒന്നും കരുതിയിട്ടില്ല. ഇവിടുത്തെ വാടകയും ചെലവും. வாடகையை பற்றி கவலைப்பட வேண்டாம். எனக்கு இது ஒரு பிசினஸே கிடையாது. பில்கிரிம்ஸுக்கு ஒரு ஹெல்ப். பார்த்தசாரதியை பார்த்தா ஏதாவது உதவி பண்ணாமலா போறது? அப்ப கொடுத்தா போதும். വലിയ ഉപകാരം. பார்த்தசாரதியை கேள்வி கேட்ட சங்கீதஜன் அவருக்கு குருன்னு சொல்லும்போது நானும் அந்த ரெஸ்பெக்ட் தர வேண்டாமா? ரூம் மட்டும் கொஞ்சம் டிமாண்ட், எல்லாம் புக்கா இருக்கு. ആ വരാന്ത് തന്നെ ധാരാളം. எங்கிலாகட்டும். பிரகதீஸ்வரனை வந்தனம் பண்ணி இங்கேயே தங்கிடுங்க. குட்டி, உன் பேர் என்ன சொன்னே? വേണി. അപ്പൂപ്പന്റെ ശിഷ്യൻ ഇനി ഏത് തരക്കാരനാണാവോ? ഇന്ന് കണ്ട ആളെ പോലെയാണെങ്കിൽ ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. ഏയ്, അങ്ങനെയല്ല. പാർത്ഥസാരഥി ഒരു വെറും ശിഷ്യനല്ല, ജ്ഞാനിയാ. സരസ്വതി ദേവി നെറുകയിൽ കൈവച്ച് അനുഗ്രഹം കൊടുത്ത മഹാജ്ഞാനി. അയാൾക്കൊരു വെറും മനുഷ്യന്റെ നിലയിൽ പെരുമാറാനാവില്ല. കണ്ട് കാര്യം പറഞ്ഞാ തീർച്ചയായും സഹായിക്കും. നമ്മളിനി ഇവിടുന്ന് എങ്ങോട്ടാ പോവാ? ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും. എന്തായാലും ശിവപുരത്തേക്ക് ഇല്ല ഇനി. എവിടെ പോയാലും അവിടെയും വരില്ലേ സുബ്രഹ്മണ്യം? എന്റെ മോള് പേടിക്കണ്ട. അപ്പൂപ്പന് ജീവനുള്ളിടത്തോളം അവൻ എന്റെ മോളെ ഒന്നും ചെയ്യില്ല. ശംഭോ മഹാദേവ. അങ്ങനെ നമ്മള് ചിദംബരായി, കുംഭകോണായി, ഇപ്പൊ തഞ്ചാവൂരായി. ഇനി ഏതെങ്കിലും ഊരിലേക്ക് പോവാണ്ടോ മഹേട്ടാ? കാശിക്ക്. അവിടെ നിന്റെ തല മൊട്ടയടിച്ച് നടക്കിരുത്തിയേക്കാൻ എനിക്കൊരു നേർച്ചയുണ്ട്. നീ വണ്ടി എവിടെയും പറക്കിടാ. നമ്മൾ ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോണേ. ഞാനും മുത്തശ്ശനും മുത്തശ്ശി ഇവിടെയാ. നിനക്ക് തൊട്ടടുത്തൊരു 5 സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. മതിയോ? തഞ്ചാവൂരെങ്കിലും സത്രത്തിൽ താമസിക്കില്ല എന്ന് മഹേട്ടൻ വാക്ക് പറഞ്ഞല്ലേ. എന്നിട്ടിപ്പോ പകൽ അമ്പലത്തിൽ തൊഴാം, ഭജന ഇരിക്കാം, ബാക്കിയുള്ള സമയം ഒരു അല്പം എന്റർടൈൻമെന്റ്. തൽക്കാലം ഇതേ ഉള്ളൂ എന്റർടൈൻമെന്റ്. ചെയ്ത പാപങ്ങളൊക്കെ അങ്ങനെയും ഒന്ന് തീരട്ടെ. മഹേട്ട ഇതിലും വേണം തെങ്ങുമേറി കൈവിട്ട് പനാമറടിച്ച് തീവണ്ടിക്ക് തലവെക്കണോ? എന്താ ലക്ഷ്മണൻ പറയണത്? ഒന്നുമില്ല മുത്തച്ഛ, നല്ല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം എന്ന് പറയായിരുന്നു. അയ്യോ ചമിയേ, ഇവിടെ രജനീന്ദ്രന്റെ പടപട ഓടണേ. പറഞ്ഞ വഴിക്ക് പോസ്റ്റർ കണ്ടേ. എന്താ നോക്കി പേടിപ്പിക്കണേ? രജനീന്ദ്രൻ അത്ര വൃത്തിയായിട്ട മനുഷ്യൻ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അല്ലാണ്ട് പിന്നെ ബോറടിക്കുമ്പോ സെക്കൻഡ് ഷോക്ക് പോയി ധരിച്ചിട്ടാ ഞാനിവിടെ എന്ത് ഭജന പാടാനാ? സമാധാൻ കരൂ ഗുരു, സമാധാൻ കരൂ. വാങ്ങോ വാങ്ങോ. ഞാൻ മഹേന്ദ്രൻ. പിന്നെ മധുരയിൽ നിന്ന് ഫോൺ വിളിച്ചിരുന്ന. ஆமா ஆமா, ரூம் புக் பண்ணிருக்கேன். இது வந்து ஹோட்டல் கிடையாது, ஒரு ஹோம்லி அட்மாஸ்பியர். குழப்பமில்ல. முனிசுவாமி, இவங்க லக்கேஜ் எடுத்து ரூமே காமி. சம்மமுபாபதிம் சுரகுரும் வந்தே ஜெகத் காரணம் வந்தே பன்னகபூஷணம் மிருகதரம் வந்தே பசூனாம் பதிம் വന്ദേ സൂര്യ സദാംഗവർണിനയനം. അമ്പലത്തില് പാർമ കണ്ടു. അപ്പ മുതൽ ഓർക്കുക. എവിടെ വെച്ചാ പരിചയം? ഉണ്ട്, നല്ല പരിചയമുണ്ട്. ദീക്ഷ ഇത്രയ്ക്ക് നീട്ടിയിട്ടില്ല അന്ന്. മുടി ഇതിലും കൂടുതലുണ്ടോന്ന് സംശയം. ഉവ്വ്, ഇപ്പൊ മനസ്സിലായി. ശിവപുരം മഹാദേവ ഭാഗവതം കച്ചേരി അനവധി കേട്ടിരിക്കണു.
സ്വരത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോഴും. ഭാഗ്യം. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഇപ്പോഴും തിരിച്ചറിയുന്നുണ്ടല്ലോ, നല്ല വാക്ക് പറയുന്നുണ്ടല്ലോ. മഹാഭാഗ്യം. എന്നെ എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മ ലേശം കമ്മിയായി ഈയിടെയായി, ക്ഷമിക്കണം. ഏയ് സാരല്ല. ദാ ഇവന്റെ അച്ഛൻ, അതായത് എന്റെ മകൻ. ഭാഗവതരറിയും, പാലക്കാട് കളക്ടറായിരുന്ന വിശ്വനാഥ മേനോനെ. വിശ്വനാഥ മേനോൻ? ഈശ്വര, മറക്കാൻ പറ്റുമോ എനിക്ക് ആ പേര്? സന്തോഷായി. ഒരിക്കല് കളക്ടറുടെ ബംഗ്ലാവിൽ ഞാനുള്ളപ്പോ വിശ്വനാഥനെ കാണാൻ വന്നിരുന്നു ഭാഗവതർ അവിടെ. അവിടെ ഏതു ഭാഗത്ത് കച്ചേരി ഉണ്ടെങ്കിലും വരുമായിരുന്നു മേനോൻ. വലിയ സംഗീതപ്രേമി. ഓ, ജീവിത പെരുവഴിയിൽ ദിക്ക് തെറ്റിപ്പോയ ഒരു കാലമുണ്ടായിരുന്നു എനിക്ക്. വിഷവെള്ളം മോന്തി രാവും പകലും കൂടും കൂട്ടവും മറന്ന കാലം. ശാസിച്ചും നിർബന്ധിച്ചും നേർവഴിക്ക് കൊണ്ടുവന്ന ആളാ. പറഞ്ഞാലും തീരാത്ത കടപ്പാടുണ്ടാ മനുഷ്യനോട് എനിക്ക്. മരിച്ചത് 5-6 മാസം കഴിഞ്ഞ് എപ്പോഴോ ആണ് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ എല്ലാവരെയും കാണാൻ യോഗമുണ്ടായല്ലോ, സന്തോഷായി. വിശ്വനാഥ മേനോന്റെ മകൻ അല്ലേ? ആ ചിരിയും തലയെടുപ്പും അതുപോലുണ്ട്, മുമ്പിൽ നിൽക്കണ പോലെ. മകളുടെ മകളാ വേണി. സ്വന്തമായിട്ടും സമ്പാദ്യമായിട്ടും ആകെ ഇവളേ ഉള്ളൂ. ശ്രീമദ്വ്യാഘ്രപുരേശ പൂജകതരണ്യാവാസദാമോദരോ ഭൈമിക്ഷ്മാ സുരവംശജോ നിജ സജാതാസ്തിക്യ ചിത്തോദ്ഭവം. സുബ്രഹ്മണ്യം ഞാൻ കണ്ടു ക്ഷേത്രത്തില്. ഈശ്വര, അവൻ ഇവിടെ എത്തിയോ? എന്റെ മോളെ കണ്ടോ അവൻ? എനിക്കറിയില്ല, ഞാൻ ഓടി. മോള് പേടിക്കണ്ട. நான் அவரோட ரிலேட்டிவ். எங்க இருக்கு அவரு? அது வந்து நான் கேரளால இருந்து வரேன். ஆ மகாதேவ பாகவதர் மகள் இங்க தானே தங்கி இருக்கு. பாருடோ. சத்தம் போடாதீங்க, இது சத்திரமாகும். இங்க நிறைய பேர் தங்கிட்டு இருக்கு. நான் போய் கூட்டிட்டு வரேன். நீங்க இங்க வேண்டாம் வேண்டாம், நான் போய் பாக்குறேன். എവിടെ അയാള്? ഏത് കടലിനടി പോയി വിളിച്ചാലും സുബ്രഹ്മണ്യം വരും. തനിക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. നീങ്ക പോങ്ക സാർ, നാങ്ക റിലേറ്റീവ്സ് ആക്കും. പോങ്ക സാർ, ഇത് ഫാമിലി മാറ്റർ. ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതണ്ട. അപ്പൂപ്പനും മോളും ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സുബ്രഹ്മണി, ഇത്തിരി ദയ കാണിക്കണം നീ ഞങ്ങളോട്. നിന്നെ പേടിച്ചിട്ട് തന്നെയാ ഞാൻ ഇവിടെയും കൊണ്ട് പോകുന്നത്. ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കരുത് നീ. അങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കണ്ട എന്നെ. ഒന്നെങ്കിൽ എനിക്ക് തരാനുള്ള പണം എന്താ, ഇല്ലെങ്കിൽ ഇവിടെ മതി എനിക്ക്. വിടടാ അവളെ, വിടു സുബ്രഹ്മണി. പണം തരാനുണ്ട്, തരും ഞാൻ. അതിനെന്റെ മോളെ ശിക്ഷിക്കരുത്. ഇത് ഒരുപാട് തവണയായില്ലേ ഞാൻ കേൾക്കണത്. ഇനി എനിക്ക് പണം വേണ്ട, ഇവളെ മതി. എന്താ എന്താ പ്രശ്നം? ആ പ്രശ്നമൊന്നുമില്ല, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ്. എന്താ കുട്ടി? അവളെ വിട്. എന്തോ? അവളെ വിടാൻ. വിട്ടില്ലെങ്കിൽ അടിക്കുമോ കേട്ടോ?
ഓടിക്ക്. അമ്മേ. என்னடா தகராறு பண்றேன்? ഞാൻ പോയെന്ന് കരുതണ്ട, ഞാൻ ഇനിയും വരും. ഓടുക ഞാൻ എൻ്റെ കുട്ടിയെയും കൊണ്ട്, ഈ ദുഷ്ടനെ പേടിച്ച്. ഒക്കെ ഞാനായിട്ട് തന്നെ തുടങ്ങി വെച്ചതാ. വകയിലേതോ ഒരു അനന്തരവൻ. എന്നിട്ടും ആവശ്യത്തിൽ കൂടുതൽ സ്നേഹിച്ചു, സ്വാതന്ത്ര്യം കൊടുത്തു. ബോംബെയിലായിരുന്നു അവൻ. ഒരു കച്ചേരിക്ക് പോയപ്പോഴാ വലുതായ ശേഷം ഞാൻ അവനെ കാണുന്നത്. ആകെ കടത്തിൽ മുങ്ങി ജീവിതം തന്നെ കൈവിട്ടുപോയ സമയത്ത് സഹായവുമായി വന്നപ്പോൾ വിശ്വസിച്ചുപോയി. അവൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ വിശ്വസിച്ചു. ഒടുക്കം എല്ലാറ്റിനും പകരമായി എൻ്റെ മോളെ അവന് വേണമെന്ന് പറഞ്ഞപ്പോൾ എതിർക്കേണ്ടി വന്നു. അതോടെ വൈരാഗ്യമായി, ഉപദ്രവമായി. ഇല്ല, എൻ്റെ മോളെ ഞാൻ അവന് കൊടുക്കില്ല. ചെറുപ്പം മുതലേ കരയാനാ എൻ്റെ കുട്ടിക്ക് യോഗം. 3 വയസ്സുള്ളപ്പോൾ മരിച്ചു അവളുടെ അമ്മ, എൻ്റെ മോൾ സാവിത്രി. പാവം, സങ്കടേ അവൾക്കും ഉണ്ടായിട്ടുള്ളൂ ജീവിതത്തിൽ. സംഗീതം പഠിക്കാൻ വന്ന ശിഷ്യൻ ഗുരുവിൻ്റെ മകൾക്ക് ഗുരുദക്ഷിണയായി ഒരു ഉണ്ണിയെ സമ്മാനിച്ചിട്ട് പോയി. പിന്നെയൊട്ട് വന്നിട്ടില്ല, അന്വേഷിച്ചിട്ട് പോയുമില്ല ആരും. ഓർക്കുമ്പോ ആധിയാ നെഞ്ചിൽ. എത്ര നാള്, ഇനി എത്ര നാൾ ഈ വയസ്സന്? ഞാനില്ലാണ്ടായാൽ എൻ്റെ കുട്ടി ഒന്ന് ബോധം കെട്ട് ഉറങ്ങാൻ പോലും ധൈര്യമില്ല. എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് കരയുന്നുണ്ട്.